لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. لا دار للمرء بعد الموت يسكنها إلا التي كان قبل الموت بانيها فإن بناها بخير طاب مسكنها وإن بناها بشر خاب بانيها. ആദരണീയരും ബഹുമാന്യരുമായ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വന്യരായ ഉലമാക്കളെ, ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ഇവിടുത്തെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, സംഘാടകരെ, പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഒത്തുചേരൽ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാമൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നും മറ്റും ഈ പുണ്യമായ സദസ്സിലേക്ക് പുറപ്പെട്ടത് മുതൽ നമ്മുടെ ഓരോ ചലനങ്ങളും ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിച്ച് സ്വർഗ്ഗം പ്രതിഫലം നൽകട്ടെ. നമ്മുടെയൊക്കെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആഫിയത്തോടു കൂടെ അവന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെയൊക്കെ അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു രണ്ട് ലോകത്തും ഉപകാരപ്പെട്ട മക്കളിൽ ഉൾപ്പെടുത്തട്ടെ. നമുക്കൊക്കെ വന്നുപെട്ടുപോയ സർവ്വരോഗങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഈ പുണ്യമായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സന്തോഷത്തിന്റെ പരിഹാരം നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്നു വരുന്ന മതപ്രഭാഷണ പരിപാടിയുടെ സമാപന ദിവസമായ ഇന്ന് ദിക്റ് സ്വലാത്ത് വാർഷികവുമായി ബന്ധപ്പെട്ട സദസ്സിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറെ ഉപദേശങ്ങൾ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പാകെ ഇനിയും ഒരു സുദീർഘമായ പ്രസംഗം നടത്തി നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ദിക്റിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ദിക്ർ സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായി എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് എന്നോടും ഉണർത്തുന്നത്, സർവശക്തനായ റബ്ബിന്റെ അപാരമായ സഹായത്തോടുകൂടെ ദുനിയാവിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന ബോധത്തോടുകൂടെ അല്ലാഹുവിന് ഒരുപാട് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ സദസ്സിൽ ഇരിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇങ്ങനെയുള്ള സദസ്സിൽ എത്തിപ്പെടാൻ സാധിക്കുകയില്ല. നമുക്ക് ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞത് പടച്ച റബ്ബിന് നമ്മോടുള്ള ഇഷ്ടം കൊണ്ടാണ്, തൃപ്തി കൊണ്ടാണ്, പൊരുത്തം കൊണ്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ നമ്മളും വീട്ടിലിരിക്കുമായിരുന്നു, പല വഴിക്കും പോകുമായിരുന്നു. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ നമ്മോടുള്ള തൃപ്തി കൊണ്ടാണ്. ഇതുപോലെയുള്ള ധാരാളം സദസ്സുകളിൽ കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇത്തരം സദസ്സുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ ഈമാനിന്റെ വർധനവാണ്. നിങ്ങൾ 5 മിനിറ്റ് ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ മിണ്ടാതിരിക്കണം മക്കളെ, മിണ്ടാതിരിക്കണ്ട മക്കളെ, നല്ല കുട്ടികളാണ്. ഞാനിത് വരുമ്പോ ഇവിടെ ഈ റോട്ടിൽ കുറെ കുട്ടികളെ കണ്ടു. ചെറിയ കുട്ടികളല്ല, 5-8 വയസ്സായ കുട്ടികളല്ല, 10, 12, 15 വയസ്സായ മക്കള്. അവരൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഒക്കെ നടക്കുകയാണ്. ആ കുട്ടികളൊക്കെ ഒരു സ്ഥലത്ത് വന്നിരുന്ന മക്കളെ നല്ലതാണ്. അള്ളാന്റെ ദുനിയാവ് നീ ജാതി സദസ് വേറെ കിട്ടുന്നല്ല. ഇപ്പൊ എല്ലാ കുട്ടികളും ഒരു സ്ഥലത്ത് ഇരിക്കും. മക്കളെ, നിങ്ങൾക്ക് ഇവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്നിട്ട് ഇരിക്കുക, ഈ തിണ്ടുമ്പോ കൂടെ ഇരിക്കുക. ഞാൻ എല്ലാവരും നിങ്ങൾക്ക് വയ്യെങ്കിലും നിങ്ങൾ ഈ നിൽക്കുന്നോടത്ത് ഇരുന്ന് ഇവിടെ പറയുന്നത് കേട്ട് ചെല്ലണ ദിക്കറിലൊക്കെ കൂടണങ്ങൾ. വർത്താനം പറയുന്നത് വലിയ മക്കളൊന്നും നല്ല സ്വല്പം എല്ലാവരും ഉണ്ടായിരുന്നു. റാഹത്തായി നല്ല കുട്ടികളെ പറഞ്ഞാൽ കേൾക്കണ കുട്ടികൾ. ഈ മക്കളൊക്കെ ഇരിക്കണില്ല, എന്തോരം അച്ഛനൊക്കെ ഉണ്ടാവും. ഈ മക്കളൊക്കെ വലിയ വലിയ ആലിമീകളാക്കട്ടെ. എമ്മ പറയണ ഉപ്പ പറയുന്ന ഉസ്താദന്മാരെ ഗുരുക്കന്മാരെ അനുസരിക്കുന്ന നല്ല മക്കളിൽ, നല്ല പ്രശസ്തരായ ആലിമീകളിൽ അല്ലാഹു ഈ മക്കളെ കാത്തു തരട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ സൂചിപ്പിച്ചത് വളരെ പുണ്യമായ ഒരു സദസ്സിലാണ് നാം ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള സദസ്സിൽ ഇരുന്നാൽ നമുക്ക് ഉണ്ടാവേണ്ടത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നവരെ പോലെയല്ല. നമ്മുടെ ഖൽബിന് വ്യത്യാസമുണ്ടാവണം, മാറ്റമുണ്ടാവണം. ഈമാനിന്റെ വെളിച്ചം വർദ്ധിക്കണം. ഈമാനാണ് മുഅ്മിനീകളെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈമാനില്ലാത്തവന്റെ പ്രവർത്തനം ഒന്നും അല്ലാഹുവിന് ആവശ്യമില്ല, കാട്ടിക്കൂട്ടലുകളാണ്. അല്ലാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. അവിടെ ഉണ്ടാവേണ്ടത് ഈമാനാണ്. മുഅ്മിനീകൾ, ഈമാനുള്ള മനുഷ്യന്റെ ലക്ഷണം തന്നെ നമുക്കറിയാം. 2-3 കാര്യങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഈമാനുള്ള മനുഷ്യന്റെ ലക്ഷണം അല്ലാഹ് എന്ന് അല്ലാഹനെ പറ്റി പറഞ്ഞാൽ, റബ്ബിനെ പറ്റി പറഞ്ഞാൽ അവരുടെ ഹൃദയം പേടിക്കും. മനസ്സിനൊരു കിടിലമുണ്ടാവും, ബേജാറുണ്ടാവും, പേടിയുണ്ടാവും, വെപ്രാളമുണ്ടാവും. അല്ലാഹുവിനെ പറയപ്പെട്ടാൽ, റബ്ബിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന് ഒരു കിടിലമുണ്ടാകും, ബേജാറ്, ബത്തപ്പാടുണ്ടാവും. മാത്രമല്ല, അവർ അടുത്ത് വെച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്താൽ അവരെ ഈമാൻ വർദ്ധിക്കുകയും ചിവൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. മുഅ്മിനാണോ അവന്റെ മുമ്പിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്താൽ അവരുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാവും, ഈമാൻ വർദ്ധിക്കും. ഈമാനാണ് മുഅ്മിനീകളെ നമുക്ക് വർദ്ധിക്കേണ്ടത്. മാത്രമല്ല, ഈമാനുള്ള മനുഷ്യന്റെ മുഅ്മിനിയുടെ ലക്ഷണം പരിശുദ്ധ ഖുർആനിലെ ആ ആയത്തിൽ പറഞ്ഞത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പടച്ച റബ്ബിൽ അർപ്പിക്കും, അല്ലാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കും. നോക്കൂ മുഅ്മിനീകളെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നാം പടച്ച റബ്ബിൽ ഏൽപ്പിച്ചാൽ ദുനിയാവിൽ പിന്നെ കുഴക്കില്ല, കൊടുക്കില്ല, ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല. പിന്നെ എല്ലാം എളുപ്പമാണ്, സുഖമാണ്. എല്ലാം എന്റെ റബ്ബിന്റെ പക്കൽ നിന്നാണെന്ന ബോധത്തോടെ പടച്ച റബ്ബിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ പിന്നെ ഏത് കത്തിപ്പൊന്തുന്ന തീയും അവന് തണുപ്പാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ വലിച്ചെറിയാൻ വേണ്ടി പട്ടാളക്കാരെ വിളിച്ച് നമ്രൂദ് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ആളുകൾ പോയി മലകളിലൂടെ നടന്ന് വിറക് കൊണ്ടുവരണം. അവരെല്ലാവരും പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന മലയോളം കൂട്ടിയിട്ടു. അതിന് തീ കൊടുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ
മഹാരാജാവിന്റെ കൽപ്പനയാണ്. ആ പട്ടാളക്കാർ എന്ത് ചെയ്തിട്ടും ബഹുമാനപ്പെട്ടവരെ അങ്ങോട്ട് എറിയാൻ സാധിക്കുന്നില്ല. കത്തിപ്പൊന്തുന്ന തീ കുണ്ടാരത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയുന്നില്ല. തീയുടെ ചൂട് കാരണം അമ്പും വില്ലും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അത്രയും കാഠിന്യമുള്ള തീ കുണ്ടാരം. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കുണ്ടാരത്തിന്റെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ നോക്കി പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ തട്ടി ചൊല്ലി പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പടച്ചോനെ, എന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നിന്നിൽ ഏൽപ്പിച്ചു പടച്ചോനെ, ഞാൻ നിന്നെ തവക്കുലാക്കി. ഈ തീയെ കത്തിക്കുന്നവനും ചൂടാക്കുന്നവനും നീയാണ്. എല്ലാറ്റിലും അധികാരം നിനക്കാണ്. പടച്ചോന്റെ ഓർഡർ പിന്നെ കുൽനായ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയെ എന്റെ പണി ചൂടാക്കലാണെങ്കിലും ഇപ്പൊ എന്റെ പണി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ തണുപ്പ് കൊടുക്കലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പ് കൊടുക്കലാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏത് തീ കുണ്ടാരത്തിൽ ഇരുന്നപ്പോഴും പടച്ചറബിൽ തവക്കുൽ ചെയ്തപ്പോൾ ആ തീനെ പടച്ചറബ് തണുപ്പാക്കി കൊടുത്തില്ലേ മുഅ്മിനീകളെ? ഇത് തവക്കുലിന്റെ വലിപ്പമാണ്. എന്റെ കഴിവ് കൊണ്ടാണ്, പവർ കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ്, എന്റെ വൈഭവം കൊണ്ടാണ്, ബുദ്ധിശക്തി കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന ബോധത്തോടെയാണെങ്കിൽ തകരും, എല്ലാം തകരും മുഅ്മിനീകളെ. എല്ലാം പടച്ചോന്റെ കയ്യിലാണ്, തീരുമാനം അവന്റെ അടുത്താണെന്ന ബോധം ആ തവക്കുലുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാൻ കഴിയും. 313 എതിർത്തത് 1000-ഓടാണ്. 313 എതിർത്തത് 1000-നോടാണ്. അവരോട് വന്ന് പറഞ്ഞ് പുണ്യനബിയോടും സഹാബത്തിനോടും വന്ന് പറഞ്ഞു ചില ആളുകൾ, നിങ്ങൾക്കെതിരെ ഒരു വലിയ സംഘമുണ്ട്, നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണ്, ശത്രുക്കൾ ധാരാളമുണ്ട്, ഫഖ്ശൗഹും, നിങ്ങളൊന്ന് കരുതി നിന്നോളി, നിങ്ങളൊന്ന് ഒരുങ്ങിക്കോളി, പേടിച്ചോളി എന്ന് പറഞ്ഞു. അപ്പോഴും പുണ്യനബിയും സഹാബത്തും പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാണ്. ഇത് തവക്കുലാണ്, ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള രോഗം വരുമ്പോഴേക്ക് മേപ്പോട്ടും കീപ്പോട്ടും ഓടി കാണുന്നവരോട് മുഴുവനും വപ്രാളപ്പെട്ട് പരിധിക്കപ്പുറം പ്രതികേട് കാണിച്ച റബ്ബിന്റെ കൽപ്പനയെ, അല്ലാഹുവിന്റെ വിധിയെ ധിക്കരിക്കുന്നതിന് പകരം മുഅ്മിനീകളെ, ഇതിന്റെ പടച്ചോൻ എനിക്ക് തന്നതാണ്, എന്റെ റബ്ബ് തന്നതാണെന്നൊരു ബോധത്തോടുകൂടെ സഹിക്കാൻ കഴിഞ്ഞോ? ആ വേദന നാളെ ഒരു അരച്ചാൻ കീപ്പോട്ട് വെക്കും. ബഹുമാനപ്പെട്ട ശൈഖുനാ വലിയുള്ളാഹി അത്തിപ്പറ്റ മുദ്ദീൻകുട്ടി മുസ്ലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ദറജ പടച്ചറബ് ഉയർത്താൻ തീരുമാനിച്ചു. മാരകമായ രോഗം കൊടുത്തു. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തുള്ള താടി എല്ല് പോലും എടുത്തു മാറ്റേണ്ടി വന്നു. അപ്പോഴും അദ്ദേഹം നസീഹത്ത് നിർത്തിയില്ല, ദിക്ർ നിർത്തിയില്ല, ആളുകളെ സ്വീകരിക്കാൻ നിർത്തിയില്ല. അവിടുത്തെ വീടിന്റെ മജ്ലിസിൽ തെക്ക് ഭാഗത്തുള്ള ചുമരിലേക്ക് ചാരിയിരുന്ന് അവിടെ വരുന്ന ആളുകൾക്ക് നസീഹത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഈ മാരകമായ രോഗത്തിന്റെ വേദന കുത്തിപ്പറിച്ച് വേദന വരുമ്പോൾ അവിടുത്തെ വലത്തെ കയ്യിലെ ചെവിയുടെ താടിയുടെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് കേട്ടോളും മുഅ്മിനീകളെ, അവിടുന്ന് ചികിത്സിച്ച കോലം ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ആ വേദനയുള്ള ഭാഗത്തേക്ക് നസീഹത്ത് നടത്തുന്നതിന്റെ ഇടയിൽ ഈ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, പടച്ചോനെ, എന്റെ തീരുമാനം മൊയ്തീൻകുട്ടിനെ അടങ്ങാറിങ്ങനെ വേദനിപ്പിക്കലാണെങ്കിൽ എനിക്കത് ഇട്ടാണ്, നിനക്കാണ് സർവസ്തുതിയും റബ്ബേ എന്ന് 1000 വട്ടം ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ സദസ്സിൽ ഒരു അരമണിക്കൂർ ഇരുന്നാൽ കേൾക്കുന്ന ഏറ്റവും വലിയ വർത്തമാനം അൽഹംദുലില്ലാഹ് എന്നായിരുന്നു. അവൻ എന്തു കൊടുത്താലും അൽഹംദുലില്ലാഹ്. ഇത് തവക്കുലിന്റെ ഭാഗമാണ്. ഇതൊരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. മുഅ്മിനീകളെ, ചൊറുക്കുള്ള വസ്ത്രവും കാണാൻ ഗാംഭീര്യമുള്ള ചേരും പോലും കാട്ടിക്കൂട്ടലും ഉള്ളിനകത്ത് ഈമാനിന്റെ അംശമില്ലെങ്കിൽ അതൊരു ബോഡി മാത്രമാണ്. അതൊരു ബോഡി മാത്രമാണ് മുഅ്മിനീകളെ, മനുഷ്യൻ എന്നും പോലും പറയാൻ പറ്റുകയില്ല. ഈ കൂടാരത്തിൽ ഉണ്ടാവേണ്ടത്, കൽബിൽ ഉണ്ടാവേണ്ടത് ഈമാനാണ്. ഈമാനുള്ള മനുഷ്യനാണോ പടച്ചോനെ ഓർക്കുമ്പോഴേക്ക് അവൻ ഒറ്റക്കിരുന്ന് റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കും. ആളുകൾക്കിടയിൽ മാത്രമല്ല, ഒറ്റക്കിരുന്ന് കൊണ്ട് ദിക്ർ ചൊല്ലും. ഒന്ന് ശ്രദ്ധിക്കണം മുഅ്മിനീകളെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പറയുന്ന അസീസുകൾക്കും കേൾക്കണം നിങ്ങൾക്കും ഉപകാരം ഉണ്ടാവണം എന്ന് വിചാരിച്ച് പറയാൻ. നമ്മുടെ കൽബിന്റെ അകത്ത് ഈമാനിന്റെ കണികകൾ ഉണ്ടെങ്കിൽ
അവൻ കൂട്ടമായിരുന്നു മാത്രമല്ല സമയം കിട്ടുമ്പോഴൊക്കെ ഒറ്റക്കിരുന്നും അവൻ ദിക്റ് ചൊല്ലും, പടച്ചോനെ പറയും. ആ മനുഷ്യൻ ഈമാനുള്ള ലക്ഷണമാണ്. മൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാ. സ്വർഗ്ഗത്തിലേക്കുള്ള മനുഷ്യന്റെ ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞത്. മൻ ദക്കറല്ലാഹ ഖാലിയ, ഒറ്റക്കിരുന്ന് പടച്ചോനെ ഓർക്കൂ. മാത്രമല്ല ലാ യൽജുന്നാർ മൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആരെങ്കിലും കണ്ണുനീരൊലിപ്പിച്ചാൽ, പടച്ചോനെ ഓർത്തുകൊണ്ട് കണ്ടിട്ട് കണ്ണുനീര് ആരെങ്കിലും ഒലിപ്പിച്ചാൽ, ഇത് മൂത്തയടുത്ത അസീസോലിയുടെ അഭിപ്രായമല്ല, ഇത് അള്ളാന്റെ പ്രവാചകര് പറഞ്ഞതാണ്. ലാ യൽജുന്നാർ മൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹ് എന്ന ബോധത്തോടുകൂടെ ആരെങ്കിലും കണ്ടിട്ട് കണ്ണുനീരൊലിപ്പിച്ചാൽ ആ മനുഷ്യന്റെ തടി നരകത്തിൽ ഇടൂല. ആ മനുഷ്യന്റെ ശരീരം നരകത്തിലേക്ക് പോകുകയേയില്ല. ഒരു കറന്നെടുത്ത മൃഗത്തിന്റെ പാല് അതിന്റെ അകിട്ടിലൂടെ സ്വയം അകത്തേക്ക് തന്നെ കേറിപ്പോയാലും ഈ മനുഷ്യന്റെ തടി നരകത്തിലേക്ക് പോകുകയില്ല. ഇത് അള്ളാന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീകളെ, നമ്മുടെ മനസ്സുകളിൽ ഈമാനിന്റെ വർദ്ധനവ് വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിരുന്നാൽ നമുക്കുണ്ടാവേണ്ടത് ഈമാനാണ്. തിരിച്ചു പോകുമ്പോ നല്ലത് ചിന്തിക്കാൻ തോന്നണം, നല്ലത് പറയാൻ തോന്നണം, നല്ല ജീവിതം നയിക്കാൻ തോന്നണം. ഇന്നലെ വരെ സുബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പം എഴുന്നേൽക്കേത്തവരാണെങ്കിൽ, പള്ളിക്ക് പോകാത്തവരാണെങ്കിൽ, ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ തീരുമാനമെടുക്കാൻ കഴിയണം. പടച്ചോനയച്ചു തന്ന തടി കൊണ്ട്, ആക്കം കൊണ്ട്, നീ തന്ന ആപത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ആരോഗ്യം കൊണ്ട് ഞാൻ നാളെ രാവിലെ ബാങ്ക് കേട്ടാൽ എഴുന്നേൽക്കും. അതിന് ഈമാനിന്റെ ഭാഗമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരു മാറ്റമുണ്ടാവാൻ സാധിക്കണം മുഅ്മിനീകളെ. അപ്പോ പടച്ച റബ്ബിനെ പറ്റി നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ദുആ ചെയ്യാൻ താല്പര്യമുണ്ടാവും. ചോദിക്കുന്നത് വെറുതെയല്ല, ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് തരുമെന്ന വിശ്വാസമുണ്ടാവും. അങ്ങനെയുള്ള വിശ്വാസത്തോട് കൂടെ ചോദിക്കുമ്പോഴാണ് അല്ലാഹു തആല നൽകുകയുള്ളൂ. നിങ്ങൾക്കറിയോ, നമ്മളെ പടച്ചോന് നമ്മോട് എത്ര വലിയ ഇഷ്ടമാണ്, പടച്ച റബ്ബിന് നമ്മോട് എത്ര വലിയ ഇഷ്ടമാണ് മുഅ്മിനീകളെ. ഒരു നാട്ടിലെ ഒരു ഗ്രാമത്തിലെ മനുഷ്യന്മാരെ മുഴുവനും പഴപ്പിച്ചിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലെ മനുഷ്യന്മാരെ മുഴുവനും പഴപ്പിച്ചിരുന്ന പെണ്ണ് ഒരു വേശ്യപ്പെണ്ണായിരുന്നു. ആണുങ്ങളെ മുഴുവനും പറ്റിക്കണ പെണ്ണ്. പക്ഷേ ആ പെണ്ണിനെ നരകത്തിലേക്ക് ചേർക്കപ്പെട്ട പെണ്ണാണ്. ഒരു ദിവസം ആ പെണ്ണിന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റി സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് മാറ്റി. എന്താ കാരണം എന്ന് നിങ്ങൾക്കറിയോ? ദാഹിച്ച് ചാകാൻ പോകുന്ന ഒരു പട്ടിക്ക് അതിന് പള്ളച്ച് വെള്ളം കൊടുത്തു. ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ ആ പെണ്ണിനെ നരകത്തിൽ നിന്ന് മാറ്റി സ്വർണത്തിലാക്കിയവന്റെ പേര് അല്ലാഹ്. ഇതാണ് മുഅ്മിനീകളെ നമ്മൾ റബ്ബെന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ പടച്ച റബ്ബ് തൂക്കി നോക്കി. ഓന്റെ തിന്മകളാണ് ധാരാളമുള്ളത്. പിന്നെയും തൂക്കി അവന്റെ തിന്മകളാണ് ധാരാളം അവന്റെ ശരീരത്തിലുള്ളത്. അവനെയും നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു. നരകം കാക്കുന്ന മലക്കുകൾ ഓന്റെ കയ്യും പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പിന്നിലേക്ക് പടച്ചോന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കി. കുട്ടികൾ കരയുന്നത് പോലെ തേങ്ങി കരയാണ്. പിന്നെയും അവൻ മുന്നോട്ട് നടക്കും. പിന്നെയും പിന്നോട്ട് റബ്ബിലേക്ക് നോക്കി കരയും. പിന്നെയും മുന്നോട്ട് നടക്കും. പിന്നെയും കരയും. അപ്പൊ പടച്ച റബ്ബ് അവനോട് ചോദിച്ചു, എടാ എന്നോട് നരകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്, എന്തിനാ ഇന്നെ നോക്കിയിട്ട് ഇങ്ങനെ കരയണത് എന്ന് ചോദിച്ച സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ്, പടച്ചോനെ ഞാൻ എന്റെ അടിമയാണ്, ഞാൻ എന്റെ അബുദാണ്, ഞാൻ എന്റെ കീഴിലുള്ള അടിമയാണ് റബ്ബേ. നീ രാജാവാണ്,
രാജാവാണ്, രാജാവാണ്, നീ എന്റെ രാജാവാണ്, നിന്റെ തീരുമാനം എന്തും സഹിക്കേണ്ടവനാണ്. എന്നാലും പടച്ചോനെ, നിന്നിപ്പം നരകത്തിലേക്ക് വിട്ടിരിക്കയല്ലേ, നീ എന്നെ നരകത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ സ്വർഗത്തിലേക്ക് മാറ്റിയാൽ നിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ റബ്ബേ. നിന്നെ നരകത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് ഈ നിമിഷം മാറ്റുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. നിന്നെ നരകത്തിലേക്ക് വിടൂല എന്ന പ്രതീക്ഷ എനിക്കുണ്ട് റബ്ബേ എന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ പടച്ചോന് ആ മനുഷ്യനെ കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്നുള്ള മലക്കുകളെ ഇറക്കുകയാണ്. അവന്റെ കയ്യും പിടിച്ച് സ്വർഗാവകാശികളായ മലക്കുകൾ അള്ളാന്റെ ഓർഡർ അനുസരിച്ച് ഇവനെ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. ഈ റബ്ബിന്റെ പേരാണ് മുഅ്മിനുകളെ അല്ലാഹ് എന്ന്. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? പിന്നെ എന്തിനാ നമ്മൾ കലാഴ്ചത്? എന്തിനാ നമ്മൾ ഇടങ്ങേറാവുന്നത്? ഈ റബ്ബിലേക്ക് മുഴുവനാണ് ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടങ്ങേറും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മുഅ്മിനിന്റെ ലക്ഷണം അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ബേജാറും ശ്രദ്ധയുണ്ടാവും. ഖുർആൻ ഓതിയാൽ അവനവന്റെ കണ്ണും കാതും പേടിയുണ്ടാവും, ഈമാനും വർദ്ധിക്കും. മൂന്നാമത് സർവവും അവൻ റബ്ബിൽ അർപ്പിക്കുകയും ചെയ്യും. തവക്കുലും ഈമാനും രണ്ടും വളരെ പൂരകമാണ്. ഈമാനാണ് അടിത്തറ, അതുകൊണ്ടുണ്ടാകുന്ന ഫലമാണ് തവക്കുൽ. ഇത് രണ്ടും അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തരട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. കുറേ പറഞ്ഞ സമയം പാടുപാടി അതിന് പേരാണ് പെട്ടെന്ന് നിർത്തിയത്. എന്തോ ഒരു നല്ല സദസ്സ് പഠിച്ചോനെ. ഈ നാട്ടിൽ എന്തോ ഒരു വെളിച്ചം ബാക്കിയുണ്ട്, ഒരു സംശയമുണ്ട്. ആരുടെയോ ഒരു വെളിച്ചം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ വെളിച്ചത്തിന്റെ ഒരു പ്രസരിപ്പാണ് ഈ കാണുന്നത് മുഴുവൻ. അല്ലാഹു ഈ വെളിച്ചം അന്ത്യനാൾ വരെ ഈ പ്രദേശത്ത്, ഈ നാട്ടിൽ, ഈ മഹലിൽ നിലനിർത്തി തരട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഒരൽപ്പം ഇസ്തിഗ്ഫാർ, ഒരൽപ്പം സ്വലാത്ത്, ഒരൽപ്പം തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരൽപ്പം തേൻകുപ്പികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അതും ദ്വാരക്കണീന്റെ മുമ്പ് നിങ്ങൾ എല്ലാവരും വാങ്ങി, ഇവിടെ കൂടി എല്ലാവർക്കും കഴിയില്ല, എന്നാൽ എല്ലാ ആളുകൾ സാധിക്കുന്നവരൊക്കെ അത് വാങ്ങി ശേഷം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വന്നിരുന്നതായിരിക്കും, കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇരുന്ന് മടുത്തോ? എല്ലാവരും എഴുന്നേറ്റ് നിന്നോളി. ഒരു 3 സലാത്ത് ചൊല്ലി നമുക്ക് ഇരിക്കാം. ഒരു ഉന്മേഷം കിട്ടും അല്ലെ? കുറേ ഇരുന്നതല്ലേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വേണ്ടവർക്കൊക്കെ ഇരിക്കാം, നിൽക്കേണ്ടവർക്ക് നിൽക്കുകയും ചെയ്യാം, സൗകര്യം പോലെ ചെയ്യാം. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് പറഞ്ഞു. നല്ല സദസ്സാണ്, റാഹത്തുള്ള സദസ്സാണ്. സമയം വൈകിട്ടൊന്നുമില്ല, 9:30 മണിയായിട്ടുള്ളൂ. ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുന്നത് മടുപ്പുണ്ടാവരുത്. ദിക്റും സലാത്തൊക്കെ ചെല്ലുമ്പോൾ മടുപ്പുണ്ടായ കൂലിക്കൂല, കുറ്റം കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്രദ്ധയോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ കുറ്റം കിട്ടും. അങ്ങനെ ഹദീസൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നല്ല മനസ്സോട് കൂടെ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ, തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും തെറ്റുകാരാണെങ്കിലും ആ നല്ലവരെ കൂട്ടത്തിൽ നമ്മെ പെടുത്തിയിട്ട് നമ്മൾ അല്ലാഹു രക്ഷപ്പെടുത്തുക. അതിന്റെ പേരിൽ അത്രയും നല്ലൊരു പുണ്യമുള്ള സദസ്സായി. ഇനി ഒന്നുകൂടി കേട്ടോളി, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദിക്ർ ചൊല്ലുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകൾ ഉണ്ടാവും. ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. സ്വഹീഹായ ഹദീസാണ്. സുന്നിയും മുജാഹിദും ജമാഅത്തും എല്ലാവരും അംഗീകരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ദിക്ർ ചൊല്ലുന്ന മലക്കുകൾ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന സദസ്സുകളിൽ അല്ലാഹുവിന്റെ കോടാനക്കൂടി മലക്കുകളുണ്ടാവും. ഇവിടെ മലക്കുകളുണ്ട്. അത് കാണാനുള്ള കണ്ണിന്റെ വോൾട്ടേജ് കണ്ണില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കുകൾ. ഇന്നലില്ലാഹി മലായികത്തുൻ യതൂഫൂന ഫിത്തുർഖി യൽതമിസൂന അഹ്ലൽ ദിക്രി. ദിക്ർ ചെല്ലുന്ന ആളുകളെയും അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് മലക്കുകൾ. ഫൈദാ വജദൂ ഖൗമൻ യദ്കുറൂനല്ലാഹ. ദിക്ർ ചൊല്ലുന്ന ആളുകളെ ആ മലക്കുകൾ കണ്ടുമുട്ടിയാൽ ഫതനാദൂ,
ആ മലക്കുകൾ വിളിച്ചു പറയും എത്രയോ ഹലുമു ഇലാ ഹാജത്തിക്കും, ഇങ്ങോട്ട് വന്നോളൂ. പൊന്നാങ്കലിലുള്ള മദ്രസന്റെ മുന്നിലിരുന്ന് ആൾക്കാർ ഇതാ ദിക്റ് ചൊല്ലുന്നുണ്ട്, ഇങ്ങോട്ട് അടുത്തോളി എന്ന് പറഞ്ഞ് എല്ലാവരും അടുപ്പിക്കുന്ന ഒരു സദസ്സാണ്. മലക്കുകളെ കൈകടത്തൽ ഈ സദസ്സിലുണ്ട്. അല്ലാഹു ഇതിന്റെ പൂർണ്ണമായ കൂലി നമുക്ക് തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കുട്ടികളോട് ഞാൻ വീണ്ടും പറയാണ്, ശബ്ദം ഉണ്ടാക്കരുത്. ഇവിടെ ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങളൊക്കെ കൂടെ ഓതണം. നല്ല സദസ്സ്. ഇലാ ഹദ്റത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة غوثنا وملاذنا شيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سلطان الأولياء أبو الحسن علي الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا ومرشدنا ومربينا عبد القادر العيسى قدس الله سره العزيز. وإلى حضرة شيخنا ومرشدنا ومربينا سعد الدين محمد سليم المراد قدس الله سره العزيز. وإلى حضرة شيخنا ومرشدنا ومربينا محي الدين عبد القيوم متبت أستاذ قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزكاة والصديقين والصالحين وسائر المؤمنين والمؤمنات اللهم اغفر لنا ولهم آمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ദോഷങ്ങളൊക്കെ പുറത്തു തരണമേ എന്നാണല്ലോ അതിന്റെ അർത്ഥം. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലേക്കൊക്കെ കൊണ്ടുപോയൊരു നിമിഷം. ഞാൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ എനിക്കിന്റെ പഠിച്ചോനും അറിയാം. നിങ്ങൾ വല്ല തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്കും പഠിച്ചോനും അറിയാം. അത് കൽബിക്ക് കൊണ്ടുവരും. പലതും ഉണ്ടാവും. ചില ആൾക്കാർ കള പറയുന്നവരുണ്ടാവും. നാവ് തുറന്നാൽ വായ തുറന്നാൽ 10 വർത്താനം പറഞ്ഞാൽ 8 കാണുന്നുണ്ടാവും. പഠിച്ചോനെ അവരുടെ അവസാനം എത്ര മോശമായിരിക്കുന്നറിയാം. അവരെ മയ്യത്തിന്റെ റൂഹ് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് മലക്കുകൾ പോലും പറയും, ഓന്റെ റൂഹിനെ ഇങ്ങോട്ട് അടുപ്പിക്കണ്ട, ദുർഗന്ധം കദ്ദാബ് നുണയൻ എന്ന് മലക്കുകൾ വിളിച്ചു പറയും. പഠിച്ചോനെ കളു പറയുന്ന സ്വഭാവമുണ്ട്, ഞാൻ പറയില്ല അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അല്ലാഹു കൊടുത്തു ഉദാഹരണം പറഞ്ഞതാണ്. മാനി ബാപ്പാനെ ഇടങ്ങാറാക്കിയവരുണ്ടെങ്കിൽ മനസ്സിലേക്ക് ആ തെറ്റ് കൊണ്ടുവരണം. പഠിച്ചോനെ പറ്റിപ്പോയതാണ്. എന്റെ അമ്മാനെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്, ബാപ്പാനെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ആ ബാപ്പാന്റെ മനസ്സ് വേദനപ്പെടുത്തിയിട്ടുണ്ട്. ചോദിച്ചതിനൊന്നും നല്ല മറുപടി പറയില്ല. അമ്മ 10 വട്ടം ചോദിച്ചാലും മൂത്തക്ക് പോലും നോക്കൂല. അങ്ങനെയൊക്കെയാണ് സ്വഭാവം. പഠിച്ചോനെ നീ ഞാൻ അങ്ങനെ ചെയ്യൂല ഇന്നെ ഞാൻ പോയിട്ട് ഉമ്മാന്റിപ്പാന്റെ പൊരുത്തം വാങ്ങും. പൊരുത്തപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെല്ലാതെ ഇതൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ എണ്ണം കൂടിയോണ്ട് ഒന്നും. ഇതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചോനെ എന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ. അപ്പൊ ആ ദോഷങ്ങളൊക്കെ കൽബിലേക്ക് കൊണ്ടുവന്ന് അതിൽ ഞാൻ ഒഴിവാക്കിക്കോളെ. പഠിച്ചോനെ പടപ്പുകളുമായി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ അത് പൊരുത്തപ്പെടിപ്പിക്കും. പഠിച്ചോനെ ഇന്ന് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് ഞാൻ നദിക്ക് പോയി കടന്നുറങ്ങുള്ളൂ. റബ്ബേ എന്ന് ഉറപ്പിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാപ്പാൻ പൊറുക്കും. മനസ്സിന് സുഖമായിരിക്കും. കുറച്ച് നാ പള്ളന്നറിയും. ബെഡ്ഷീറ്റ് കാണുമ്പോഴേക്കും ഉറക്കം വരും. ആൾക്കാരെ മുഖത്തൊക്കെ ചിരിക്കാൻ തോന്നും. ഒക്കെ ഉണ്ടാവും. സമാധാനമാണ്. കൽബ് വെളിവാകുമ്പോൾ തൃപ്തിയാകുമ്പോൾ കിട്ടുന്ന സുഖമാണത്. അല്ലാഹു മനസ്സിന് സന്തോഷം തരട്ടെ. കൽബൊക്കെ അല്ലാഹു വെളിച്ചപ്പെടുത്തി തരട്ടെ. നമ്മൾ ചൊല്ലല്ലേ എല്ലാവരും ഒപ്പം ചൊല്ലിപ്പോയി. ഞാൻ ഈ പറഞ്ഞ പോലട്ടോ നല്ല സദസ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കൈ ഉയർത്തിപ്പിടിക്കണം. നല്ല ദുആണ്. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. പടച്ചോനെ നിന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നോടാണ് പടച്ചോനെ ഞാൻ ചോദിക്കുന്നതൊക്കെ കൊണ്ട റബ്ബേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് അർത്ഥാറി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഖദി ഹജാതിനാ യാ ഖാദിയൽ ഹജാത്ത്. പടച്ചോനെ എനിക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്, മുറാദുകളുണ്ട്, ഹജാത്തുകളുണ്ട്, വീട്ടിൽ തരണേ എന്നതിന്റെ അർത്ഥം. അല്ലാഹുമ്മ ഇഷ്ഫി അംറാദനാ യാ ഷാഫിയൽ അംറാദ്.
പടച്ചോനെ അവിടെ വേദന, ഇവിടെ വേദന, കയ്യും കാലും തരിപ്പ്, കടച്ചില്, പ്രശ്നങ്ങള്, മഴ പൊന്തിയത് എടുത്ത് കളയണമെന്ന് പറഞ്ഞത് ക്യാൻസറിന്റെ തുടക്കം, വൃക്കന്റെ പ്രശ്നങ്ങൾ, ഹാർട്ടിന്റെ തകരാറ്, ഒരുപാട് രോഗം, പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് റബ്ബേ. അതൊക്കെ ഒന്ന് സുഖാക്കി തരണേ എന്നതിന്റെ അർത്ഥം. അല്ലാഹു സുഖാക്കി തരട്ടെ. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വലാത്ത് ചൊല്ലിന്റെ അടിയിൽ നമ്മൾ ഇത് ചോദിച്ചാൽ പടച്ചോൻ വെറുതെ മുഴുവൻ കിട്ടും. അല്ലാഹു നമുക്ക് നൽകട്ടെ. പടച്ചോനെ ഇതിനിടങ്ങളിലും ബുദ്ധിമുട്ടിലും കഷ്ടകാലങ്ങളിലും ആഫാത്തുകളിലൊന്നും പെടുത്തല്ല റബ്ബേ എന്നതിന്റെ അർത്ഥം. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പൊതുവായ ധാരണ എല്ലാവർക്കും ഉണ്ടാവുക. ഞാൻ ചൊല്ലിത്തരാം, കേട്ടതിന് ശേഷം നിങ്ങളൊപ്പം ചൊല്ലല്ലേ. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി اللهم اقض حاجاتنا يا قاضي الحاجات اللهم اشف امراضنا يا شافي الامراض اللهم ادفع آفاتنا يا دافع الآفات അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണമേ തമ്പുരാനെ. എല്ലാ ആവശ്യങ്ങളും വീട്ടിത്തരണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ ആഫത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. റഹ്മത്തിക യാ റഹ്മാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരൽപ്പ സ്വലാത്ത് ചൊല്ലാം. നല്ല മനസ്സോടുകൂടെ ഉണ്ണി നബി റൗള ശരീഫ് മനസ്സിൽ കണ്ട് മനസ്സൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ച് എന്തെല്ലാം ആവശ്യങ്ങൾ നമ്മുടെ കൽബുകളിലുണ്ടോ അത് മുഴുവനും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആയിരിക്കണം നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. പ്രത്യേകിച്ച് രോഗങ്ങളുണ്ടെങ്കിൽ സ്വലാത്തിനേക്കാൾ വലിയ ഒരു മരുന്ന് വേറെ ഇല്ല മുഅ്മിനീങ്ങൾ. സ്വലാത്ത് വലിയ സംഗതിയാണ്. ക്യാൻസർ പോലും ഒരു മകന്റെ ക്യാൻസർ പിടിച്ചൊരു മകന്റെ തൊണ്ടക്കേറ്റ മുറിവ് ഒരു ഉമ്മ ഊതി ഊതി സ്വലാത്ത് ചൊല്ലി ഊതി ഊതി ഉണക്കിയിട്ടുണ്ട്. സ്വലാത്താണ്. ഒരു മഹാനായ മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മരുഭൂമിയാണ്. ദുഹറിന്റെ സമയമായി അദ്ദേഹത്തിന് നിസ്കരിക്കണം, വെള്ളമില്ല. അദ്ദേഹം നടന്നു ഒരു മരുഭൂമിയിൽ ഒരു കിണർ കണ്ടു, പ്രത്യക്ഷപ്പെട്ടു. ആ കിണറിലെ ഒരുപാട് വെള്ളമുണ്ട് മീറ്ററുകൾക്ക് താഴെ. അതിൻ്റെ അകത്ത് അതിന് മോട്ടോർ സംവിധാനമില്ല, ബക്കറ്റ് സംവിധാനമില്ല, വെള്ളം കോരിയെടുക്കാൻ കിട്ടാൻ ഒരു വഴിയുമില്ല. ഇദ്ദേഹം ആ കിണറിന്റെ ചുറ്റുപാടും ഇങ്ങനെ നടന്നു. എന്ത് ചെയ്യും വെള്ളം കിട്ടാൻ? തൊട്ടടുത്തുള്ള ചെറിയ വീട്ടിൽ നിന്നൊരു ചെറിയ പെൺകുട്ടി നടന്നു വന്ന് ചോദിച്ചു, ഉപ്പാ കുറെ സമയമായല്ലോ താങ്കൾ ഇവിടെ, എന്താണ് താങ്കൾ ഇതിലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കിണറിന് ചുറ്റും? അദ്ദേഹം പറഞ്ഞു, മോളെ എനിക്ക് വുദൂ ചെയ്യണം, വെള്ളമില്ല, വെള്ളമുണ്ട്, കിട്ടാൻ വഴിയില്ല മോളെ. അങ്ങനെ ഇവിടെ നിന്ന് പോയതാണ്. ആ പെൺകുട്ടി പതിയെ തല കിണറ്റിലേക്ക് താഴ്ത്തി ചെരിച്ചു വെച്ച് ഒരു 2-3 സ്വലാത്ത് ചൊല്ലി ആ കിണറ്റിലേക്ക് അല്പം തുപ്പേണ്ട താമസം. എത്രയോ മീറ്ററുകൾ താഴെയുള്ള വെള്ളം പതച്ച് പൊതഞ്ഞ് മുകളിലേക്ക് ഉയർന്നു വന്നു. ഒരു കുളത്തിൽ നിന്ന് വുദൂ ചെയ്യുന്നത് പോലെ ആ മഹാനായ മനുഷ്യൻ വുദൂ എടുത്തു. സ്വലാത്തിന്റെ പവിത്രത ആവശ്യം നിറവേറ്റുന്ന സംഗതിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ സൂചിപ്പിച്ചത്, ആവശ്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ഖൽബിൽ വെച്ച് സ്വലാത്ത് ചൊല്ലുക, വീടിക്കിട്ടു. രോഗങ്ങളുണ്ടെങ്കിൽ പടച്ചോനെ കാലത്രായി ഞാൻ മരുന്നെടുക്കാൻ തുടങ്ങിയിട്ട് എന്റെ മുട്ടിന്റെ വേദന എപ്പോഴും മാറിയിട്ടില്ലല്ലോ പടച്ചോനെ, ഞാൻ ഈ ചെല്ലുന്ന സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് ഈ വേദന കൈയിനും കാലിനും തരിപ്പൊക്കെ ഒന്ന് മാറ്റിത്തരണം റബ്ബേ. മനസ്സിൽ കരുതി ചൊല്ലിയാൽ ആ വേദന നാളെ കീഴ്പോട്ട് പോകും, പിന്നീട് അത് മാറിപ്പോകും. സലാത്ത് കൊണ്ട് സുഖമായ രോഗം വീണ്ടും തിരിച്ചു വരൂല. ഇംഗ്ലീഷ് മരുന്നോട് സുഖമായ രോഗം പലപ്പോഴും തിരിച്ചു വന്നേക്കാം. വലിയ മരുന്നാണ് സലാത്ത്. കുട്ടികൾ പറഞ്ഞിട്ട് കേൾക്കണില്ലേ? ഒന്ന് മനസ്സിൽ കരുതിക്കോളി, മക്കളെ നന്നാക്കി കൊണ്ട റബ്ബേ.
ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ഞാനിത് ചൊല്ലുന്ന സ്വലാത്ത് എന്റെ കുട്ടികളുടെ സ്വഭാവം നന്നാക്കിക്കൊണ്ട റബ്ബേ കരുതി ചൊല്ലാം സ്വലാത്ത് ഫലം കിട്ടും ഉറപ്പന്നെയാണ്. കുട്ടിക്ക് സംസാരിക്കാൻ കൊഞ്ഞയാണത്രേ, കൊഞ്ഞ പോകും. സ്വലാത്ത് ചൊല്ലണം മുഅ്മിനീങ്ങളെ. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഞാൻ ചില ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. ആ ആവശ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഒരു കാര്യം കേട്ടോളി. ഏത് പരീക്ഷക്കും 1.5 മാർക്കെങ്കിലും 1 മാർക്കെങ്കിലും കുറവുണ്ടാവും. സ്വലാത്തിന് 100 മാർക്കാണ്. ഒരിക്കലും തട്ടിക്കളയാത്ത ഇബാദത്തിന്റെ പേര്, അമലിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ അത് സ്വലാത്താണ്. മുഅ്മിനീങ്ങളെ, ഉറക്കം തൂങ്ങി ചൊല്ലി സ്വലാത്തെന്ന് സങ്കല്പിക്കുക. ആ നാവിൽ നിന്ന് ആ സ്വലാത്ത് വരുന്നിടത്തോളം കാലം കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. തട്ടപ്പെടാത്ത ഇബാദത്തിന്റെ പേര് സ്വലാത്താണ്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബോധത്തോടെ ശ്രദ്ധയോടുകൂടെ ബഹുമാനത്തോടെ ആദരവോടെ റൗദങ്ങനെ കണ്ണിൽ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്തിന്റെ വലുപ്പം വണ്ണം അതിന്റെ പവിത്ര എത്ര വലുതായിരിക്കും. അല്ലാഹു റൗദയിൽ പോയി സ്വലാത്ത് ചെല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പച്ച കുബ്ബയുടെ സമീപം നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അകത്തും പുറത്തും നിന്ന് സ്വലാത്ത് ചൊല്ലാനും ദുആ ചെയ്യാനും ഒക്കെ റബ്ബ് നമുക്കും കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല മനസ്സോടുകൂടെ ഖൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കാതെ ഇവിടെ മാത്രം കേന്ദ്രീകരിച്ച് എല്ലാവരും ഒപ്പം ചൊല്ലുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മലക്കുകളുണ്ട്, ഉറപ്പ്, ഒരു സംശയമില്ല. ബഹുമാനപ്പെട്ട മശായിഖന്മാരുടെ അംബിയ ഔലിയാക്കളുടെ ഒക്കെ റൂഹുകളൊക്കെയുള്ള ഒരു സദസ്സാണിത്. ഈ പൊന്നാങ്കല്ല് പള്ളിപ്പറമ്പ് ഒരുപാട് മഹാന്മാർ മഹതിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു അപൂർവം ഖബർസ്ഥാനിൽപ്പെട്ട ഖബർസ്ഥാനാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവരൊക്കെ നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് വലിയ സംഗതിയല്ലേ, വലിയ സംഗതിയാണ്. ഇവിടെ ഇത്രയും ഒരു മാത്രമല്ല, ഇവിടെ ഒരുപാട് നന്മകൾ നടക്കുന്ന ബഹുമാനപ്പെട്ട അസ്ലം മുസ്ലിയാരുടെ അല്ലാഹു അദ്ദേഹത്തിന്റെ ക്ഷീണങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളുണ്ടെങ്കിൽ അവയൊക്കെയും അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. എല്ലാവരും ഒപ്പം ചൊല്ലാം അല്ലേ? എന്തൊരു സന്തോഷമാണ് അല്ലേ? റബ്ബ് ചെയ്ത നിഅമത്ത്. നരങ്ങി മൂളിയും കിടക്കണ മനുഷ്യന്മാർ എത്ര ഉണ്ട് മുഅ്മിനീകളെ, എത്ര ഉണ്ട്. ഇന്നിപ്പോ ഞമ്മക്ക് ആ കൊടുക്കില്ലല്ലോ. മണ്ടി പാഞ്ഞ് നടക്കല്ലേ. സ്വലാത്ത് കൂടുന്ന്, ദിക്റില് കൂടുന്ന്, പള്ളിക്ക കൂടുന്ന്, നല്ല കാര്യങ്ങളൊക്കെ കൂടുന്ന്. അള്ളാഹ് ചെയ്ത നിഅമത്ത് എത്രയാ മുഅ്മിനീകളെ, എത്ര വലുതാണ്. ഞാൻ 3-4 ആഴ്ച മുമ്പ് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന് മൂത്രിക്കാനും എല്ലാത്തിനും ട്യൂബാണ് മുഅ്മിനീകളെ, എല്ലാത്തിനും ട്യൂബാണ്. ഒന്ന് ആലോചിച്ചോക്കാണ്, അതും വലിച്ച് നടക്കണൊരു ഇടക്കേറി നടക്കാൻ വയ്ക്കൂലല്ലോ. ഒന്ന് നീച്ചു പോകാൻ കഴിഞ്ഞായിട്ടല്ലേ പല ട്യൂബ് ഇട്ടിട്ടുള്ളത്. അവിടെ ചെന്ന് ഞാൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് ഞാൻ അവർക്ക് ദുആ ചെയ്തു കൊടുത്തു. ഉപ്പാനെ അല്ലാഹു തആല കഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നിങ്ങളുടെ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ മുഅ്മിനീകളെ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഇപ്പാനെ അല്ലാഹു തആല ഒരിക്കലും കഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്ന് ദുആ ചെയ്താണ് ആ വീട്ടിൽ നിന്ന്, ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് ആ വീട്ടിലെ മകനെ എന്നോട് പറയാണ്, ഉപ്പാനെ മാത്രല്ല ഞങ്ങൾ ഇപ്പാനെ കൊണ്ട് അല്ലാഹു ഇടങ്ങാറാക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് എന്തേ മനസ്സിലായത്? ഇപ്പാനെ കൊണ്ട് ഞങ്ങളെയും പഠിച്ചോനെ ഇടങ്ങാറാക്കാതിരിക്കട്ടെ. ഇപ്പാനെ കൊണ്ടേയും കുടിച്ചും പാത്തിച്ചും ഒക്കെ ചെയ്യിച്ചൊക്കെ മക്കള് പറഞ്ഞോളി പനിയാണ്. ഞാൻ കുറെ കാലം ഈ ദുനിയാവിന്റെ മൂടിട്ടിട്ട് ഞങ്ങൾ അടങ്ങാറാക്കാതിരിക്കട്ടെ എന്നല്ലേ കുട്ടി പറഞ്ഞു. ആണ് അവസ്ഥ. കുറച്ചൊന്നെ അങ്ങനെ ഒരു കിടക്കേണ്ട അവസ്ഥ നമുക്ക് അല്ലാഹു തരാതിരിക്കട്ടെ. കാട്ടവും മൂത്രവും അന്യന്റെ മറ്റുള്ളവരുടെ കൈകൊണ്ട് കഴുകി വൃത്തിയാക്കി ഹെൽപ്പ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു നമുക്കൊന്നും തരാതിരിക്കട്ടെ. അതിന്റെ മുമ്പ് ഈമാൻ സലാമത്താക്കി തരട്ടെ. പടച്ചവനെ, ദീർഘകാലം അസഖ്യമായ വേദന സഹിച്ച് രോഗശയ്യയിൽ കിടക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കും നൽകല്ല റബ്ബേ. എന്നാൽ വസിയത്ത് ചെയ്യാൻ പോലും സമയമില്ലാതെ പെട്ടെന്നുള്ള മരണവും ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. മരണം ഖൈറാകുമ്പോൾ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് രാത്രികളുടെ ഇടയിൽ വെച്ച് ദിക്ർ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മുഅ്മിനീങ്ങൾ എല്ലാവരും നല്ല മനസ്സോടുകൂടെ ഒപ്പം അൽഹംദുലില്ലാഹ് ചൊല്ലാം അല്ലേ? اللهم صل على سيدنا محمد وآله وسلم. اللهم صل على سيدنا محمد وآله وسلم. اللهم صل على سيدنا محمد وآله وسلم. اللهم
صل على سيدنا محمد وآله وسلم اللهم صل على سيدنا محمد وآله وسلم اللهم صل على سيدنا محمد وآله وسلم اللهم صل على سيدنا محمد وآله وسلم اللهم صل على سيدنا محمد وآله وسلم اللهم صل على سيدنا محمد وآله وسلم اللهم صل على سيدنا محمد وآله وسلم اللهم صل على سيدنا محمد وآله وسلم وآله وسلم اللهم صل على سيدنا محمد 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 وآله وسلم إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض اللهم ادفع آفاتنا يا دافع الآفات അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ എല്ലാ ആഗ്രഹങ്ങളും മുറാദുകളും എത്രയും പെട്ടെന്ന് വീട്ടി തരട്ടെ സർവ്വ രോഗങ്ങൾക്കും വേദനകൾക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ആഫാത്തുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ പ്രിയമുള്ള മുഅ്മിനീകളെ അല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുമ്പോൾ ഞാൻ തുടക്കത്തിൽ ഉണർത്തിയതുപോലെ ആർക്കും അശ്രദ്ധയുണ്ടാവാൻ പാടില്ല, ഒരു മടുപ്പുണ്ടാവാനേ പാടില്ല, മനസ്സ് പല വഴിക്കും പറഞ്ഞേക്കാൻ പാടില്ല. എല്ലാവരും കൽബ് ഇവിടെ ആയിരിക്കണം. അല്ലാഹുവിനെ ഇകഴ്ത്തലാണ് അശ്രദ്ധയോടുകൂടെ ദിക്ർ ചൊല്ലൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തീ പോലെ പേടിക്കേണ്ട ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ രക്ഷയുടെ കാരണം.
മരിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. കുട്ടി ജനിച്ചാൽ വലത്തെ ചെവിയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇടത്തെ ചെവിയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. 5 നേരം പള്ളിയിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യത്തിനെ അവസാനമായി ഖബറിലേക്ക് ഇറക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞ ലഫ്ള് ഏറ്റവും കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവൻ അറിയാതെ അവന്റെ നാവിലേക്ക് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇട്ടുകൊടുക്കും, ചൊല്ലിപ്പിക്കും. അവന്റെ ജീവിതത്തിൽ ധാരാളം പറഞ്ഞ വർത്താനം അതായിരിക്കണം. അവൻ അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിച്ചേ മരിപ്പിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം എല്ലാ സദസ്സിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത്ഭുതത്തോടെ പറയാറുണ്ട്. നിങ്ങളത് എന്റെ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാവും. ഞാൻ അറിയുന്ന ഒരു ആരിഫായ പണ്ഡിതൻ, വലിയ പണ്ഡിതൻ, എന്നാൽ വലിയ പ്രായമൊന്നുമില്ല, പക്ഷേ അദ്ദേഹം എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടന്നിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും ഗ്യാപ്പ് കിട്ടിയാൽ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിച്ചു. മരിക്കുന്നതിന്റെ 8 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ കൈകാലുകൾ കുഴഞ്ഞു, സംസാരശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പ്രയാസപ്പെട്ട് അങ്ങനെ കഴിഞ്ഞ 8ാമത്തെ കൊല്ലമാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിന്റെ റൂമിൽ നിന്ന് മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുകയും ചെയ്തു. 8 കൊല്ലമായിരുന്ന നാവൊന്ന് അനങ്ങിയിട്ട് ചലിപ്പിച്ചിട്ട് മിണ്ടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചിരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂട്ടി ചൊല്ലി വർദ്ധിപ്പിച്ചു. ആ മിണ്ടാത്ത നാവിനെ കൊണ്ട് അല്ലാഹു ചൊല്ലിപ്പിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലിക്കൊണ്ട് മുഅ്മിനീങ്ങളെ ചൊല്ലിക്കൊണ്ട് തസ്ബീഹ്മാല മറിച്ച് നടക്കണമെന്നില്ല. പൈന് ഞാനൊരു ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒന്നും വേണ്ടല്ലോ. ഒറ്റക്ക് നടക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ ചെല്ലാൻ പറ്റുന്ന സംഗതിയാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തല്ല മുഅ്മിനീങ്ങളെ, ജീവിതം വരാനിരിക്കുന്നേ ഉള്ളൂ. എന്റെ അമ്മായിന്റെ മകൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. രോഗം വന്ന് 4ാമത്തെ ദിവസം, രോഗം എന്നതാന്ന് അറിഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടുള്ള രോഗമായിരുന്നു, ക്യാൻസർ ആയിരുന്നു, അറിയില്ലായിരുന്നു. അറിഞ്ഞിട്ട് 4 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മൗത്ത് സംഭവിച്ചു. എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അണുക്കളാണ് കയറിയിട്ടുള്ളത് അറിയില്ല. കോഴിക്കോട് ആ ഭാഗത്ത് പനച്ചിങ്ങൽ എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു പരിപാടിക്ക് പോയപ്പം അവിടുത്തെ ദിക്ർ സ്വലാത്തിന്റെ സദസ്സ് ഉദ്ഘാടനം ചെയ്ത തങ്ങൾ പാപ്പ പറഞ്ഞു അവിടെ രക്തനിർണയ ക്യാമ്പ് ഉണ്ടായിരുന്നു അത്രേ. 480 ആളുകൾ അതിൽ പങ്കെടുത്തു അത്രേ. അങ്ങനെ അവർക്ക് റിസൾട്ട് കിട്ടി. 80ഓളം ആളുകൾ അതിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് അത്രേ വീട്ടിലേക്ക് മടങ്ങിയത്. 482 ആളുകളെ രക്തം പരിശോധിച്ചപ്പോൾ 82 ആളുകളുടെ രക്തത്തിൽ ക്യാൻസറിന്റെ അണുക്കളുണ്ടത്രേ. നമ്മുടെ ചോരന്റെ അവസ്ഥ എന്താ അറിയില്ല മുഅ്മിനീകളെ. പടച്ചോനെ, ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അത്തരം രോഗങ്ങളുടെ വല്ല അണുക്കളും ഞങ്ങളുടെ രക്തങ്ങളിൽ ഉണ്ടെങ്കിൽ നശിപ്പിക്കണമേ തമ്പുരാനെ, കരിച്ചു കളയണമേ റബ്ബേ, തട്ടി മാറ്റണമേ തമ്പുരാനെ. അത്തരം രോഗബാധിതരായ ആരെങ്കിലും ഈ പ്രദേശത്തുണ്ടെങ്കിൽ, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് വിശ്വാസിയായാലും എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണമേ തമ്പുരാനെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഖൽബിൽ കരുതുക. അവർക്കും കൂടി ഞാൻ ഈ ചൊല്ലണീനെ കൂലി കൊടുക്കണേ എന്നൊരു നിയ്യത്തുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഏത് ദിക്ർ സ്വലാത്തിന്റെ സദസ്സിൽ പങ്കെടുത്താലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ തുടങ്ങുമ്പോൾ എന്റെ മരിച്ച ഉമ്മാനെ, എന്റെ അപ്പാനെ, എന്റെ ഭാര്യയുടെ ഉമ്മയെ, എന്റെ ഭാര്യയുടെ വാപ്പയെ, എന്റെ മറ്റുള്ള അടുത്ത ആളുകളെ ഓർക്കാതെ, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ പോലും ഓർക്കാതെ, എനിക്ക് അലിഫ് ബാ പഠിപ്പിച്ച ഉസ്താദന്മാരെ ഓർക്കാതെ ഞാൻ ദിക്ർ ചൊല്ലുന്നില്ല. ഞാൻ അങ്ങനെ ചൊല്ലുമ്പോൾ എനിക്കറിയാം അവർക്ക് ഒരു കുറ്റം എനിക്ക് കിട്ടുന്നതിൽ ഉറപ്പാണ്. മുഅ്മിനീങ്ങളെ, നാം ദിക്ർ ചൊല്ലുന്ന സമയത്ത് എപ്പോഴും നമ്മിൽ നിന്ന് നമ്മളുമായി ബന്ധപ്പെട്ടവരെ കൂടി അതിൽ പങ്കെടുപ്പിക്കണം. മരണപ്പെട്ടവരെ അവർക്ക് കിട്ടും, നമുക്ക് കിട്ടുന്ന കൂലിയിൽ ഒരൊട്ടും കുറവ് വരാതെ അതിന് തത്തുല്യമായ ഒരു കൂലി അവർക്കും അല്ലാഹു കൊടുക്കും. അതിന്റെ പേര് അങ്ങനെ നിയ്യത്തോടു കൂടെയായിരിക്കണം ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ ചൊല്ലുന്നത്.
ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെല്ലാവരും നിയ്യത്ത് ചെയ്തോളൂ. നിങ്ങൾ ആർക്കും നിയ്യത്ത് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ. ഞാനും നിയ്യത്ത് ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഞാനും നിയ്യത്ത് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിയ്യത്ത് ചെയ്യാൻ മരിച്ചവരൊക്കെ മനസ്സിൽ കൊണ്ടുവരണം. നമ്മുടെ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മളെ ബാക്കിക്കാരാണ്. അവരൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് ആ മരിച്ചവരെല്ലാരും നോക്കി നോക്കാണ്, എന്നിട്ട് ചൊല്ലാൻ പറ്റും. فاعلم أنه لا إله إلا الله 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 لا إله لا إله إلا الله 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 لا إله لا إله إلا الله 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 لا
إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم റഹ്മാനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ഇവിടെ പറഞ്ഞതും കേട്ടതും വന്നതും ഇരുന്നതും സംഭാവനകൾ ചെയ്തതും ബക്കറ്റിലിട്ടതും അതേപോലെ ലേല സാധനങ്ങൾ വിളിച്ചെടുത്തതും തേൻകുപ്പികൾ വാങ്ങിയതും ഈ സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ആരൊക്കെ ഇതിനു വേണ്ടി ഓടി നടന്നതും എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ തമ്പുരാനെ. ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ സർവ്വ പാപങ്ങളും പൊറുക്കണേ റഹ്മാനേ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽപ്പക്കക്കാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ഇൽമ് പഠിക്കാനും പഠിപ്പിക്കുവാനും ഭക്ഷണവും വസ്ത്രവും തന്നവർ, ഇപ്പോഴും ഉസ്താദന്മാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവർ, എല്ലാവരുടെയും സർവ്വ പാപങ്ങളും പൊറുക്കണേ റഹ്മാനേ. ഞങ്ങൾ ആരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലിയോ അവരുടെയൊക്കെ ഖബറുകളിലേക്ക് അതിന്റെ മിസ്ല സവാബിനെ നീ എത്തിക്കണമേ തമ്പുരാനെ. ആ ഖബറുകളെയൊക്കെ സ്വർഗം കൊണ്ട് വിശാലമാക്കണമേ റഹ്മാനെ. ഈ ഖബർസ്ഥാനിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരുടെ ഓരോരുത്തരുടെ ഖബറുകളിലേക്കും ഇതിന്റെ കൂലിയെ നീ എത്തിക്കണമേ റഹ്മാനെ. ഈ നിമിഷം തന്നെ സ്വർഗത്തിന്റെ വെളിച്ചം അവർക്ക് നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ ഞങ്ങളെ മക്കളാണ്.
ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ, അലിമീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, ഫായിസീങ്ങളിൽ, ഹാഫിളീങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. മക്കളെ കൊണ്ട് കുടുങ്ങി എന്ന് വിചാരിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. വിളിച്ചാൽ വിളി കേൾക്കുന്ന, തിരിഞ്ഞു നോക്കുന്ന, അനുസരണയുള്ള മക്കളാക്ക് റഹ്മാനെ. എത്ര വിളിച്ചാലും വിളി കേൾക്കാത്ത, അനുസരണക്കേട് കാണിക്കുന്ന മക്കളാക്കല്ല റഹ്മാനെ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയ ആൺമക്കൾക്കും പെൺമക്കൾക്കും യോജിച്ച കല്യാണങ്ങളൊക്കെ ശരിപ്പെടുത്തണമേ തമ്പുരാനെ. കെട്ടിച്ചയച്ച പെൺമക്കൾക്ക് ഭർത്താക്കന്മാരുടെ കൂടെ സുഖമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ. വളരെ പ്രയാസപ്പെട്ട് കെട്ടിച്ചയച്ച് പിന്നെയും അവരെ പിന്നാലെ പോയി പ്രശ്നങ്ങൾ തീർക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹായ മക്കളെ നൽകണമേ തമ്പുരാനെ. കിട്ടിയത് മുഴുവനും ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടി കൂടി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പെൺമക്കളെയും നൽകണേ തമ്പുരാനെ. കിട്ടിയത് മുഴുവനും പെൺമക്കളാണ്, ഒരു ആൺകുട്ടി കൂടി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആൺമക്കളെയും നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഗർഭിണികൾക്കൊക്കെ സുഖപ്രസവമാക്കണമേ റഹ്മാനെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ബന്ധപ്പെട്ടു പോയ കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടാനുള്ള വഴി തുറക്കണേ റഹ്മാനെ. ഒരു രൂപ പോലും കടല്ലാതെ ജീവിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. ഒരു രൂപ പോലും കടല്ലാത്ത സമയത്ത് മരിപ്പിക്കണേ റഹ്മാനെ. സാമ്പത്തികമായ വഴികളിലൊക്കെ അഭിവൃദ്ധി നൽകണമേ തമ്പുരാനെ. ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിലൊക്കെ ലാഭം നൽകണേ തമ്പുരാനെ. കൃഷികളിലൊക്കെ മെച്ചപ്പെടുത്തണമേ തമ്പുരാനെ. യാത്രകളിലൊക്കെ ബർക്കത്ത് നൽകണമേ റഹ്മാനെ. പടച്ചവനെ, സ്വന്തമായി താമസിക്കാൻ വീടില്ലാതെ ആരാന്റെ വാടക വീടുകളിൽ പാർക്കുന്ന പാവങ്ങളുണ്ട് തമ്പുരാനെ. എത്രയും പെട്ടെന്ന് അവർക്ക് സ്വന്തമായി വീടുകൾ നൽകണേ തമ്പുരാനെ. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കണമേ റഹ്മാനെ. തുടങ്ങാനിരിക്കുന്നവർക്ക് എളുപ്പമാക്കണമേ തമ്പുരാനെ. ഒരു സൗകര്യമില്ലാത്ത ചെറിയ ചെറിയ വീടുകളിൽ പാർക്കുന്ന പാവങ്ങളുണ്ട്. സൗകര്യമുള്ള വീടുകൾ അവർക്കും നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ആരെയും ഒരു അപകടങ്ങളിലും പെടുത്തല്ല റബ്ബേ. നേരം പുലർന്നാൽ പാതിരാവിലെ യാത്ര ചെയ്യുന്നവരാണ്. ആക്സിഡന്റിലൊന്നും പെടുത്തല്ല റഹ്മാനെ. തീബന്ധും പുക ശ്വസിച്ചും കരണ്ട് പിടിച്ചൊന്നും മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ മയ്യത്ത് മോർച്ചറിയിൽ വെക്കേണ്ട അവസ്ഥ വരുത്തരുത് തമ്പുരാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മയ്യത്താക്കല്ല റബ്ബേ. മയ്യത്തിന്റെ മേലെ കത്തിവെക്കുന്നതിനെ തൊട്ട് കാക്കണേ റബ്ബേ. പടച്ചവനെ, ഒരു നല്ല സന്തോഷമുള്ള കുടുംബജീവിതം നൽകണേ റഹ്മാനെ. സ്നേഹമുള്ള ഭാര്യ, സ്നേഹമുള്ള ഭർത്താവ്, അനുസരിക്കുന്ന മക്കള്, വാത്സല്യനിധികളായ മാതാപിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും, ഒരു ഐക്യമുള്ള, ഒരുമയുള്ള, യോജിപ്പുള്ള, റാഹത്തുള്ള, ദീനുള്ള കുടുംബജീവിതം നൽകണേ റഹ്മാനെ. അടിയും പിടിയും കച്ചറയും തെറ്റലും അതേപോലെ ചീത്ത പറയലും പിണങ്ങി പോകലും, തിന്നുന്ന കുടിക്കുന്ന ഭക്ഷണത്തിനൊരു സമാധാനമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള ജീവിതം നൽകല്ല റഹ്മാനെ. പച്ചവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വന്നാലും ബലിപെരുന്നാൾ പോലെ സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ എപ്പോഴും സമാധാനം നൽകണേ റഹ്മാനെ. ഭാര്യക്കും ഭർത്താവിനും പരസ്പരം സ്നേഹം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, മുഖത്തോട് മുഖം നോക്കാതെ കാലങ്ങളായി ജീവിക്കുന്ന എത്രയോ കുടുംബമുണ്ട്. അവരെ മനസ്സിലൊക്കെ സ്നേഹം നൽകണമേ തമ്പുരാനെ. ഇവിടെ ധാരാളം ഉമ്മ പെങ്ങന്മാർ, സഹോദരിമാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആരുടെയെങ്കിലും ഭർത്താക്കന്മാർ മോശക്കാരാണ്, ചീത്ത പറയുന്നവരാണ്, അടിക്കുന്നവരാണ്, മദ്യപിക്കുന്നവരാണ്, കുടുംബം പോറ്റാത്തവരാണ്, ഒരു സുഖവും കൊടുക്കാത്ത ഭർത്താവാണ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കൊണ്ട് വിഷമിക്കുന്ന ഏതെങ്കിലും സഹോദരിമാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കി നല്ലൊരു ജീവിതം അവർക്ക് നൽകണേ റഹ്മാനേ. ഇവിടെ ഒരുപാട് സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വലിയൊരു പ്രതീക്ഷയിലാണ് അവളെ കെട്ടിക്കൊണ്ടുവന്നത്. ഒരു സമാധാനം കൊടുക്കൂല, വേണ്ടാത്തത് പറയും, പറയാത്തത് പറയും.
നിൽക്കണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് നിൽക്കും, പോണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് പോകും, വേണ്ടെന്ന് പറഞ്ഞതേ പറയൂ. ജീവിതത്തിലെ സർവ്വസുഖങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഭാര്യമാരെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം നന്നാക്കി നല്ലൊരു ജീവിതം അവർക്കും നൽകണേ റഹ്മാനേ. പടച്ചവനെ, ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സഹോദരങ്ങൾ, അതിന് നേതൃത്വം കൊടുത്ത ഉസ്താദന്മാർ, കാരണവന്മാർ, പ്രോത്സാഹനം കൊടുത്ത നാട്ടുകാർ, സഹോദരിമാർ, എല്ലാവർക്കും കൈനിറയെ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇന്നത്തെ ഭക്ഷണത്തിലേക്ക് അരി കൊടുത്തവർ, മാംസം കൊടുത്തവർ, പാകം ചെയ്തവർ, അതിനുവേണ്ടി അധ്വാനിച്ചവർ, അത് പാക്കറ്റിലാക്കിയവർ, അത് ഓടി നടന്ന് വിതരണം ചെയ്തവർ, ആരൊക്കെ അതുമായി ചുറ്റിപ്പറ്റി സേവനം ചെയ്തോ അവർക്കൊക്കെ പകരമായി സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ദുനിയാവിലെ അഭിലാഷങ്ങളൊക്കെ അവർക്ക് വീട്ടിൽ കൊടുക്കണമേ റഹ്മാനെ. പടച്ചവനെ, ഇന്നലെയും ഇന്നുമായി സ്ക്വയർ ഫീറ്റായും തേങ്കുപ്പിയായും മറ്റുള്ള രൂപത്തിലായും കൗണ്ടറിൽ കൊടുത്തും ബക്കറ്റിലിട്ടും ഒക്കെ സാമ്പത്തിക സഹായം ചെയ്തവർ, അവർ ചെയ്ത സഹായങ്ങളൊക്കെ സ്വീകരിക്കണമേ തമ്പുരാനെ. അവർ മുറാദ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്, പേര് പറയാതെ ഉദ്ദേശം പറയാതെ അവർ ആഗ്രഹങ്ങളൊക്കെ അറിയുന്ന റബ്ബേ, പൂർണ്ണമായും അവർക്ക് വീട്ടിൽ കൊടുക്കണേ തമ്പുരാനെ. രോഗശമനത്തിന് പറഞ്ഞവരുണ്ട്, രോഗം ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ഉദ്ദേശം വീടാൻ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. കടം വീടാൻ വീട്ടണേ തമ്പുരാനെ. മക്കൾ നന്നാവാൻ നന്നാക്കണമേ റഹ്മാനെ. അതേപോലെ വീടുണ്ടാവാൻ വീട് നൽകണേ തമ്പുരാനെ. വിദേശത്തുള്ളവർക്ക് ഖൈറ് വരാൻ ഖൈറ് നൽകണമേ റഹ്മാനെ. മക്കളെ കല്യാണം ശരിയാവാൻ ശരിയാക്കണേ റബ്ബേ. മക്കളെ സ്വഭാവം നന്നാവാൻ നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. മരിച്ചവർക്ക് ദ്വാർക്കാൻ സ്വർഗം കൊടുക്കണമേ റഹ്മാനെ. ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ച് സംഭാവന ചെയ്തോ ദ്വാർക്കാൻ ഏൽപ്പിച്ചോ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണേ റഹ്മാനെ. പടച്ചവനെ, ഈ പ്രദേശത്തെ പള്ളിയും മദ്രസയും സ്വന്തം വീടിനേക്കാൾ കാര്യത്തോടെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് നടക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഉമറാക്കൾ, ഒറ്റുറുപ്യ പോലും പ്രതിഫലം ആഗ്രഹിക്കാത്ത ദീനിന്റെ ഖാദിമീങ്ങളാണവർ. അവർക്ക് ഇരു കൈകളിലും പ്രതിഫലം കൊണ്ട് നിറക്കണേ തമ്പുരാനെ. അവരെ രോഗത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ. അവരെ മുറാദുകൾ വീട്ടണേ റഹ്മാനെ. കുടുംബത്തിൽ സുഖം നൽകണേ തമ്പുരാനെ. ദീർഘകാലം ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിപ്പിക്കണേ തമ്പുരാനെ. പടച്ചോനെ, ഈ സദസ്സിലും ഈ സ്റ്റേജിലും ഒരുപാട് ഉസ്താദന്മാരുണ്ട്, ഇവിടെ സേവനം ചെയ്യുന്നവരും അല്ലാത്തവരും. ഈ ഉസ്താദന്മാരെ ഒരിടത്തും കഷ്ടപ്പെടുത്തല്ല റബ്ബേ. അവരെ മക്കളെയൊക്കെ ആലിമീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുട്ടികൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഭക്ഷണം കൊടുക്കുന്നവരവരാണ്. അവരുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അവരെ മുറാദുകളൊക്കെ വീട്ടണേ റബ്ബേ. അവരെ രോഗങ്ങൾക്കൊക്കെ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആരാന്റെ മുമ്പിൽ പ്രയാസം പറഞ്ഞ് തലകുനിക്കേണ്ട അവസ്ഥ ഉസ്താദന്മാർക്കാർക്കും കൊടുക്കല്ല റബ്ബേ. ഈ ഉമ്മത്തിലെ രാജാക്കന്മാരായി അവരെ മരിക്കോളം ജീവിപ്പിക്കണമേ റഹ്മാനേ. പടച്ചോനെ, ഈ പ്രദേശത്താർക്കും മാരകമായ രോഗങ്ങളൊന്നും കൊടുക്കല്ല റബ്ബേ. ആരെങ്കിലും മാരകമായ രോഗത്തിനടിമപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ ഇവിടെ ചൊല്ലി അധികാരുടെ സലാത്തുള്ള ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ, ഇന്നും ഇന്നലെയും ഇവിടെ വന്ന ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുത്ത വീട്ടുകാർക്ക് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. ഞാനിന്ന് ഭക്ഷണം കഴിച്ച വീട്ടിലെ ഉമ്മ തർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മാന്റെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റബ്ബേ. അവിടെ ജീവിക്കുന്നവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായ വഴികളിലൊക്കെ വിശാലത കൊടുക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങൾ ഈ ദുന്യാവിൽ നിന്ന് വിട പറയുമ്പോ ആരും ചൊല്ലിത്തരാതെ ബോധത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വലഭാഗത്തെ സ്വർഗം കണ്ട് പുണ്യനബിയുടെ മുഖം കണ്ട് ഉറക്കലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനേ. മീസാൻ എന്ന ത്രാസിൽ ഖൈറുകളെ കൊണ്ട് നിറച്ചു തരണേ തമ്പുരാനെ. സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. നന്മ തിന്മകൾ എഴുതിയ കിതാബ് വലത്തെ കയ്യിൽ തന്നെ നൽകപ്പെടണമേ റഹ്മാനെ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ റബ്ബേ. ചോദിക്കാൻ അർഹതയില്ലെങ്കിലും ഞങ്ങൾ ചോദിക്കുകയാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോവാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. മുഅ്മിനീങ്ങളെ, നിങ്ങളെ കൊണ്ടുപോകുന്ന ഭക്ഷണം ഒരു വച്ചു പോലും കളയരുത്. വലത്തെ കൈകൊണ്ട് തന്നെ കഴിക്കണം. ബിസ്മി ചൊല്ലി കഴിക്കണം. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം.